السلام عليكم ورحمة الله تعالى وبركاته. കുതുബി 55. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറിദല്ലാഹ്. وأما الانتقال بدلالة الالتزام فلأنه إذا أترك لفظ الشمس وعني به الجرم كانت دلالته عليه مطابقة. وأما الانتقال بدلالة الالتزام അവ ദലാലത്തുൽ ഇൽതിസാം കൊണ്ട് തഅരീബ് പൊളിഞ്ഞു പോവുക എന്ന് പറഞ്ഞ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞ തളമ്മുനിയായ ദലാലത്ത് പൊളിഞ്ഞു പോകുമെന്ന് അറിഞ്ഞു. ആദ്യം പറഞ്ഞില്ല, തളമ്മുനിയായ ദലാലത്ത് പൊളിഞ്ഞു പോകും, അതേപോലെ തന്നെ ഇൽതിസാമിയായ ദലാലത്ത് എന്ത് ചെയ്യും, പൊളിഞ്ഞു പോകും. ഇതാണ് ഇനി ചർച്ച. ഫലിഅന്നഹു തീർച്ചയായിട്ടും കാര്യം ഇദാ ഉതുലിക ലഫ്ദു ശംസി, ഷംസ് എന്നുള്ള ലഫ്ദിനെ പറയപ്പെട്ടു, എന്നിട്ട് വഉനിയ ബിൽ ജുർമു, ഷംസ് എന്ന ലഫ്ദ് കൊണ്ട് ജുർമ് ഒരു ധാത്ത് തടി എന്ന് ഉദ്ദേശിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ഷംസ് എന്നുള്ള ലഫ്ദ് അതിനൊക്കെ എന്ത് ചെയ്ത് മൗദൂദായ മാനയായിട്ട് ജുർമ് ഉദ്ദേശിച്ചു. അപ്പൊ അതിന് മൗദൂദായ മാനാണ് ജുർമ് എന്നിട്ട് അങ്ങനെ വെക്കുമ്പോ കാന ദലാലത്തു, ഷംസ് എന്നുള്ള ലഫ്ദ് അറിയിക്കലാകും, അലൈഹി ഈ ജുർമിന്റെ മേലിൽ അറിയിക്കലാകും, മുതാബക്കത്തെ, അത് മുതാബക്കിയ ദലാലത്താണല്ലോ. കാരണം ഷംസ് എന്നുള്ള ലഫ്ദിന്റെ മൗദൂദായ മാനയായിട്ട് ജുർമിനാണ് ഇവിടെ ഇത്തിബാർ ചെയ്തത്. ഇനി വഅല ലൗഇ, ലൗഇന്റെ മേൽ അറിയിക്കലാകും പ്രകാശം ഇൽതിസാമാവും. കാരണം ആ ജുർമിനക്ക് ലാസിമാകുന്ന ഒരു കാര്യമാണ് ലൗ എന്നുള്ളത്. മനസ്സിലായ? അവ ലൗ എന്നുള്ളത് അതിനക്ക് ലാസിമായ ഒന്നാണ്. അവ ലാസിമായ ഇൽതിസാമിയ ദലാലത്താണത്. പക്ഷെ ഇൽതിസാമിയായ ദലാലത്താണെങ്കിലും കൂടി മാഅന്നഹു തീർച്ചയായിട്ടും കാര്യം യസ്ലുക്കും പറയാൻ പറ്റുന്നതാണ്, അലിഹ ഈ പറയപ്പെട്ട ഇൽതിസാമിയായ ദലാലത്തിന്റെ മേലില്. ഏത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഷംസ് എന്ന് പറഞ്ഞതായ ലഫ്ദിനെ ലഫ്ദ് ലൗഇന്റെ മേൽ അറിയിക്കും. ജുർമ് ഉദ്ദേശിക്കുന്ന സാഹചര്യത്തില് ലൗഇന്റെ മേൽ അറിയിക്കുക എന്ന് പറയുമ്പോ സത്യത്തിൽ പറഞ്ഞാൽ അന്നഹ, അപ്പൊ ആ പറയപ്പെട്ടതായ ദലാലത്തുൽ ലഫ്ദി ഒരു ലഫ്ദ് അറിയിക്കലാവും അലാമാ ഉദിയ ലഹു, അതിന്റെ മൗദൂദായ മാനാന്റെ മേലില്. മൗദൂദായ മാനാന്റെ മേലിൽ ആ ലഫ്ദ് അറിയിക്കലാകൂന്ന്. അവിടെ എന്ത് വന്ന് ഇൽതിസാമിയായ ദലാലത്ത് പൊളിഞ്ഞു പോയി. ഏത് മുതാബക്കിയായ ദലാലത്ത് കൊണ്ട് എന്ത് ചെയ്ത് പൊളിഞ്ഞു പോയി. ഇനി നമ്മൾ ചിന്തിക്കാം. വലൂലം യുഖയ്യദ്, ഇനി കൈത് കൊടുക്കപ്പെട്ടില്ല. ഹദ്ദു ദലാലത്തിൽ മുതാബക്കത്തി, മുതാബക്കിയായ ദലാലത്തിന്റെ തഅരീഫിനക്ക് കൈത് കൊടുക്കപ്പെട്ടില്ല. എന്തുകൊണ്ടാ കൈത് കൊടുക്കപ്പെടാതെ വന്നത്? ബിതവസ്സുത്തിൽ വദഇ, വദഇ വാസിത്തയാവുക, വദഇന്റെ വാസിത്ത ഉണ്ടല്ലോ. അപ്പൊ വദഇന്റെ വാസിത്ത എന്നതുകൊണ്ട് മുതാബക്കിയായ ദലാലത്തിന് കൈത് കൊടുത്തില്ല. സത്യത്തിൽ അങ്ങനെ വാസിത്തിന്റെ വദു മിൻ ഹൈസു ഇന്നഹു മൗദൂഉൻ ലഹു നാളെ മാന തന്നെ ഉദ്ദേശം നമ്മൾ പറയല്. അങ്ങനെ വെക്കുമ്പോ ദഖലത്ത് അലൈഹി, അപ്പൊ അതിനെ സംബന്ധിച്ച് മനസ്സിലായില്ലേ, അതിനെ സംബന്ധിച്ച് പിന്നെ ദഖലത്ത് അപ്പം പ്രവേശിക്കുന്നതാണ്.
ഫീഹി ഈ പറഞ്ഞ ദലാലത്തിൽ ഈ പറഞ്ഞ മൗദൂലാമാനയിൽ പ്രവേശിക്കും. ഏത് പ്രവേശിക്കും? ഇൽത്തിസാമിയായ ദലാലത്തുൽ ഇൽത്തിസാമിയായ ദലാലത്ത് പ്രവേശിക്കും. അവ ഈ മുതാബക്കിയായ ദലാലത്ത് എന്ന് പറയുമ്പോൾ ആ മുതാബക്കിയ ദലാലത്തിന്റെ മൗദൂലാമാനാന്റെ മേലാണ് അറിയിക്കുക. അതിന് ഇൽത്തിസാമിയായ ദലാലത്ത് എന്താവും? ദാഖിലാവും. ഇത് ഏതുകൊണ്ടാണ്? വലഇ എന്ന് പറഞ്ഞതായ കൈത് കൊടുക്കാതിരിക്കുമ്പോൾ. എന്നാൽ വലമ്മ കുയ്യിദ ബിഹി വലഇ എന്നുള്ള കൈത് കൊടുക്കപ്പെട്ടുവെങ്കിൽ അപ്പൊ ഖറജത്ത് അൻഹു ഈ പറഞ്ഞ മുതാബക്കിയായ ദലാലത്തിനെ തൊട്ട് എന്ത് ചെയ്യും? പുറപ്പെട്ടു പോകുന്നതാണ്. ഏത്? തിൽക്ക ദലാലത്തു ഈ പറഞ്ഞതായ ഈ ഇൽത്തിസാമിയ ദലാലത്ത്. കാരണം ഇൽത്തിസാമിയ ദലാലത്തിൽ ഏതുണ്ടാവില്ല? വലഇന്റെ കൈതുണ്ടാവില്ല. കാരണം ഇൽത്തിസാമിയ ദലാലത്ത് എന്ന് പറയുമ്പോൾ ഇൽത്തിസാമിയ ദലാലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആ മദലൂല് അലൈഹി അത് മുതാബക്കിയ രൂപത്തിലാവൂല. ആ മദലൂലയ്യ മാനാന്റെ മേലെ അറിയിക്കല് ആകടാ ഏത് വലിയ അന്ന തിൽക്ക ദലാലത്ത. കാരണം തീർച്ചയായിട്ടും ആ ദലാലത്ത് പൈങ്കാലത്ത് ആ ദലാലത്താണെങ്കിലും ശരി ദലാലത്ത് ലഫ്ലിയല മുറിയലോ മൗലൂല മാനാന്റെ മേലില് ഒരു ലഫ്ദ് അറിയിക്കലാന്ന് വെക്ക. അങ്ങനെ അതായത് ജുർമിന്റെ ഉദ്ദേശപ്രകാരം ജുർമി എന്ന ഉദ്ദേശപ്രകാരം ഏതിന്റെ മേലെ അറിയിക്കുക? ലൗവിന്റെ മേലെ അറിയിക്കുക. ഇല്ല അന്നഹ പക്ഷെ എങ്കിലും ഈ പറയപ്പെട്ട ദലാലത്ത് ഇൽത്തിസാമിയ ദലാലത്ത് ലൈസത ബിവാസിതത്തി അതൊരു വാസിത്തയുടെ അടിസ്ഥാനത്തിൽ അല്ല. ഏതാണ് വാസിത്ത? അന്ന ലഫ്ള മൗദൂഉൻ ലഹു ആ ലഫ്ള് മൗദൂഇന് ആ ലഫ്ള് ആവുന്നത് അത് മൗദൂഉൻ ലഹു ആ മൗദൂലുവായ മാനാക്ക് വേണ്ടി വെക്കപ്പെട്ടതാണ് എന്ന അടിസ്ഥാനത്തിലല്ല. മനസ്സിലായ? എന്താ കാരണം? അന്ന തീർച്ചയായിട്ടും നമ്മള് ലൗ ഫറദിന നമ്മൾ സങ്കല്പിച്ചു എന്ന് വെക്കുക. എന്ത് സങ്കല്പിച്ചു? അന്നഹു തീർച്ചയായിട്ടും ഈ ഷംസ് എന്നുള്ള ലഫ്ദ് ലൈസ ബി മൗദൂഇൻ ലിലൗഹി അത് ലൗഹിനക്ക് വെക്കപ്പെട്ടതല്ല. ഷംസ് എന്ന് പറഞ്ഞതായ ലഫ്ദ് അത് ലൗഹിനക്ക് വേണ്ടി വെക്കപ്പെട്ടതല്ല. നമ്മൾ ഫർദ് ചെയ്തു. അങ്ങനെ ഫർദ് ചെയ്തു കഴിഞ്ഞാൽ കാന ദലാലത്തു കാന അപ്പൊ ഈ ലഫ്ദ് ആകും ഷംസ് എന്നുള്ള ലഫ്ദ് ലാലൻ അലൈഹി ഈ പറയപ്പെട്ട ലൗഹിന്റെ മേൽ അറിയിക്കലാവും. ബിതിൽക ദലാലത്ത് ഏതിന്റെ? ഈ പറയപ്പെട്ട ദലാലത്തിന്റെ ഇൽത്തിസാമിയ ദലാലത്തിന്റെ അടിസ്ഥാനത്തിൽ. ബൽ എന്ന് മാത്രമല്ല ബി സബബി വലഇൽ ലഫ്ളി ഒരു ലഫ്ള് വെച്ചു എന്ന അടിസ്ഥാനത്തിൽ. ഏത്? ഷംസ് എന്നുള്ള ലഫ്ള് എന്തിനൊക്കെ? ജുർമിനിക്ക്. എങ്ങനത്തെ ജുർമാണ്? അൽ മൽസൂമിലോ അതിനൊക്കെ മൽസൂമായ. കാരണം ലൗഹ് എന്നുള്ളത് ലാസിമാണ്. ഈ ലൗഹ് എന്നുള്ളത് ഏതിനിക്കാ ലാസിമാകുന്നത്? ജുർമിനിക്കാണ്. അവ ജുർമ ഏതാണ്? ഈ ലൗഹ് എന്നുള്ളതിനേക്കുള്ളതായ പിന്നെ മൽസൂമാണല്ലോ. ജുർമ എന്നുള്ളത് ലൗഹിനക്കുള്ളതായ ഏതാണ്? പിന്നെ മൽസൂമ് ലഘുവാണ്. എങ്കിൽ കഥ ഇപ്രകാരം തന്നെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്? അപ്പൊ ഈ തലമുനിയായ ദലാലത്തിന്റെ ഇൽത്തിസാമിയ ദലാലത്തിന്റെ അവിടെ ഈ വകീൽ എന്നുള്ളതായ കൈത് അതായത് മുതാബക്കിയ ദലാലത്തിന്റെ അവിടെ വകഴി എന്നുള്ളതായ കൈത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ എന്ത് ചെയ്യുക? വേറെ ഇൽത്തിസാമിയ ദലാലത്തൊന്നും അതില് ദാഖിലാകുന്ന വിഷയാలు വരൂല. എന്നവ കഥ ഇപ്രകാരം തന്നെയാണ്. ലൗലം യുക്കയ്യദ് കൈത് കൊടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അദ്ദു ദലാലത്തി തളമ്മുനിയായ ദലാലത്തിന്റെ തരീഫിനക്ക് കൈത് കൊടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താ? കൈത് കൊടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കൈത് കൊടുക്കപ്പെട്ടില്ല? ബിദാലിക്കൽ കൈദി ഈ വകീൽ എന്നുള്ളതായ
തവസ്സുത്ത് എന്നുള്ള അതായത് ഈ വധു എന്നുള്ളതായ തവസ്സുത്തിന്റെ കൈത് കൊണ്ടിട്ട് അങ്ങനെ കൈത് കൊടുക്കപ്പെട്ടിട്ടില്ല എങ്കിലോ ലന്തക്കല അതെന്താവും ഈ തലമുനിയായ ദലാലത്തും പൊളിഞ്ഞു പോകും. ഏതുകൊണ്ട് ദലാലത്തിന് മുതാബക്കിയായ ദലാലത്ത് കൊണ്ട്. അവ മുതാബക്കിയായ ദലാലത്ത് കൊണ്ട് എന്ത് ചെയ്യും? അതും പൊളിഞ്ഞു. മനസ്സിലായ? അവ സത്യത്തില് ഈ വധു എന്നുള്ള കൈത് കൊണ്ടാണ് മുതാബക്കിയായ ദലാലത്തും തലമുനിയായ ദലാലത്തും ഇൽത്തിസാമിയായ ദലാലത്തും വേർതിരിയുന്നത്. ഏതുപോലെ ഇനി ഏതുപോലെ ഇതാ ഉത്തിരിക്ക ലഫ്ലുൽ ഇംകാനി, ഇംകാന് എന്നുള്ള ലഫ്ലിന് എന്ത് ചെയ്ത് പറയപ്പെട്ടു? ഇതാ ഉത്തിരിക്ക ലഫ്ലുൽ ഇംകാനി, ഇംകാന് എന്നുള്ള ലഫ്ലിനെ പറയപ്പെട്ടു. എന്നിട്ട് ഇപ്പൊ ഉരീദ ബിഹി, ഈ ഇംകാന് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടു ഇംകാനുലാം ഉദ്ദേശിച്ചു. ഇംകാൻ എന്നതായിരുന്നു മൗദൂലാമാനേത് ഇംകാനുലാം. അങ്ങനാണെങ്കിൽ താനതലാലത്തോ ഈ ഇംകാന് എന്നുള്ള ലഫ്ല് അറിയിക്കലാവും അലേഹ്, ഈ ഇംകാനുലാമിന്റെ മേൽ അറിയിക്കലാവും അല്ലേ? അത് മുതാബക്കിയ ദലാലത്താവുമല്ല, മുതാബക്കിയ ദലാലത്തല്ലേ? മുതാബക്കിയ ദലാലത്ത്. അതോടുകൂടെ വസ്വാദക അലൈഹ, എന്താ വസ്വാദക അലൈഹ, ഈ പറയപ്പെട്ട ദലാലത്തിന്റെ മേലിൽ പറയാൻ പറ്റും. ഏത്? ഇംകാൻ എന്നുള്ള ലഫ്ല് ഇംകാനുലാമിന്റെ മേലിൽ അറിയിച്ചില്ല. എപ്പം? ഈ ഇംകാനി എന്നുള്ളതായ ലഫ്ല് ഇംകാനുലാമിനിക്ക് വെക്കപ്പെട്ട സാഹചര്യത്തില്. നമ്മൾ മറ്റോത് ശംസിന്റെ പല ലൗവിനെ പറ്റി പറഞ്ഞ പോലെ ഇവിടെ ഇംകാനി എന്നുള്ള ലഫ്ലിനെ ഇംകാനുലാമിനിക്ക് വേണ്ടിയിട്ട് വെക്കപ്പെടുക എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുക എന്ന ആ സാഹചര്യത്തില് ഇംകാനി എന്നുള്ള ലഫ്ലിനെ പറയപ്പെടുകയും എന്നിട്ട് അതുകൊണ്ട് എന്ത് ചെയ്ത് പിന്നെ ഇംകാനുലാമിനെ ഉദ്ദേശിക്കുകയും ചെയ്താൽ കാനദലാലത്തു, അപ്പൊ ഈ ഇംകാനി എന്നുള്ള ലഫ്ല് അറിയിക്കലാകും അലൈഹി, ഏതിന്റെ മേലില്? അതായത് ഈ ഇംകാനുലാമിന്റെ മേൽ അറിയിക്കലാവും അല്ലേ? തബക്കിയ ദലാലത്താവുമല്ല. അതോടുകൂടെ ഇംകാനി എന്നുള്ള ലഫ്ല് ആമ ഇല്ല, അത് അതിൽപ്പെട്ട ജുസുക്കളാണ് സത്യത്തിൽ ഇംകാനുലാമും ഇംകാനുൽ ഖാസും. അപ്പൊ ഈ ഇംകാനുലാമ് എന്ന് പറഞ്ഞ ലഫ്ല് ഇംകാനുലാമ് എന്നുള്ള ജുസിന്റെ മേൽ അറിയിച്ചില്ലേ? അപ്പൊ എന്തായി? ജുസി തലമുനിയ ദലാലത്തായി. അതാ പറയാൻ പോണത് വസ്വാദകാലിഹ. അപ്പൊ ഈ ഇംകാനി എന്നുള്ള ലഫ്ലിന്റെ മേലില് പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും? അന്നഹ, ആ ദലാലത്ത് ദലാലത്തുൽ ലഫ്ലി അലാ മാ ദഖല ഫിൽ മഅനൽ മൗദൂഇലു, മൗദൂആയ മാനയിൽ ദാഖിലായ ഒന്നിന്റെ മേലാണ് അറിയിക്കുന്നത്. മൗദൂആമാനേത്? ഇംകാനി എന്നുള്ളതായ ലഫ്ല്. ആ ഇംകാനി എന്നുള്ളതായ ലഫ്ലിന് പെട്ട ഒന്നാണ് ഇംകാനുൽ ലാമ്, മറ്റൊന്നാണ് ഇംകാനുൽ ഖാസും. മനസ്സിലായ? കാരണം എന്താ? ഈ അന്നൽ ഇംകാനുലാമ, ഇംകാനുലാമ് എന്ന് പറയുന്നത് ദാഖിലുൻ, അത് പ്രവേശിക്കുന്നതാണ്. ഇംകാനുൽ ഖാസി, ഇംകാനുൽ ഖാസിൽ പ്രവേശിക്കും. ഇംകാനുലാമ് എന്ന് പറയുന്നത് ഇംകാനുൽ ഖാസിൽ പ്രവേശിക്കും. കാരണം ഇംകാനുൽ ഖാസി എന്നുള്ളത് ഖാസാണ്, ഇംകാനുലാമ് എന്നുള്ളത് ആമാണല്ലോ. മനസ്സിലായ? അപ്പൊ ഇംകാനുൽ ഖാസിൽ ഏതുണ്ടാവണം? ഇംകാനുലാമ് ഉണ്ടാവണം. ഏതുപോലെ ഇപ്പൊ ഇൻസാൻ എന്ന് പറയുമ്പം ഈ ഇൻസാനിൽ ഏതുണ്ടാവണം? അയവാൻ ഉണ്ടാവണം. അയവാൻ ദാത്തിയാത്താണല്ലോ. എങ്കിൽ എങ്കിൽ ഈ പറഞ്ഞ രൂപം ഇംകാനുലാമി ഇംകാനുൽ ഖാസിൽ ദാഖിലാകുക എന്ന് പറഞ്ഞത് അത് മാനൻ, അതൊരു മാനയാണ്. എങ്ങനെ മാനയാണ്? ഉദിയൽ ലഫ്ലു, ലഫ്ലിനെ വെക്കപ്പെട്ടിരിക്കുന്നു
ബിഇസായിഹി അയ്ള, ആ ലഫ്ദിന്റെ ബാക്കിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വെക്കപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഫൈദാ ഖയ്യദ്ന, നമ്മൾ കൈത് കൊടുത്തു. അൽ ഹദ്ദ, ഇവിടെയുള്ള തഅരീഫിനൊക്കെ നമ്മൾ കൈത് കൊടുത്തു. ബിതവസ്സുത്തിൽ വളഇ എന്നുള്ള വാസിത്തന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ വളഇ എന്നുള്ള വാസിത്തന്റെ അടിസ്ഥാനത്തിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാലോ ഖറജത്ത്, അപ്പം ഈ തളമ്മുനിയായ ദലാലത്ത്, അത് ഈ മുതാബക്കിയായ ദലാലത്ത്, ഖറജത്ത് എന്ന് പറഞ്ഞാല് ഈ മുതാബക്കിയായ ദലാലത്ത്, മനസ്സിലായില്ലേ? ഈ മുതാബക്കിയായ ദലാലത്ത് ഖാരിജാവും, പുറപ്പെടും. ഏതിനെ തൊട്ട്? തളമ്മുനിയ ദലാലത്ത് പുറപ്പെടും. അനുകൂലം പറഞ്ഞാല് തളമ്മുനിയ കാരണം എന്താ? ഈ തളമ്മുനിയ ദലാലത്ത് ഏതുണ്ടാവൂല, വധീന്റെ വാസിത്ത ഉണ്ടാവൂല. നേരെ മറിച്ചുകൊണ്ട് മുതാബക്കിയ ദലാലത്തിൽ അതുണ്ടാവും. ഇപ്പൊ ഇൻസാൻ ഹയവാനാത്തിക്കിന്റെ മേൽ അറിയിക്കുന്നത് അതിന് മൗദൂജായ മാനാണ്, മൗദൂജായ മാനാക്ക് വെക്കപ്പെട്ടു എന്ന അടിസ്ഥാനത്തിലാണല്ലോ. കാരണം എന്താ? മനസ്സിലായ? ഈ മുതാബക്കിയായി ഈ ദലാലത്ത് ഇങ്ങനെ അറിയിക്കുക എന്ന് പറഞ്ഞ ഈ ദലാലത്ത് ലൈസത്ത് ബിവാസിത്തത്തി, ഒരു വാസിത്തന്റെ അടിസ്ഥാനത്തിലല്ല. എങ്ങനത്തെ വാസിത്ത? അന്ന ലഫ്ദ, തീർച്ചയായിട്ടും ലഫ്ദ് മൗദൂൻ, അത് വെക്കപ്പെട്ടതാണ് ലിമാ, ഒരു മാനാക്ക് വേണ്ടി. എങ്ങനത്തെ മാന? ദഖല ദാലിക്കൽ മാന, നമ്മളെ അറിയിച്ച മൗദൂലുവായ മാനയാകുന്നത് അത് പ്രവേശിച്ചിരിക്കുന്നു. ഈ പറയപ്പെട്ട മാനയിൽ എന്തിരിക്കുന്നു? പ്രവേശിച്ചിരിക്കുന്നു. അതടിസ്ഥാനത്തിലല്ല അറിയിക്കുന്നത്. പതിന്റെ കൈത് കൊടുക്കുമ്പോ, പതി എന്നുള്ള കൈത് കൊടുത്തു കഴിഞ്ഞാൽ വിഷയം വരൂല. അപ്പൊ അവിടെ തളമുനിയ ദലാലത്ത് ഖാരിജാവൂല. അല്ലെങ്കിൽ മുതാബക്കിയ ദലാലത്ത് തളമുനിയ ദലാലത്തിന്റെ ഖാരിജാവൂല, അത് വേർപിരിഞ്ഞു പോവും. എങ്കിൽ വകദാലിക, എന്നാൽ അപ്രകാരം തന്നെയാണ്. ലൗലം യുഖയ്യിദ് ഹദ്ദു ദലാലത്തിൽ ഇൽതിസാമി, ഇൽതിസാമിയായ ദലാലത്തിനിന്റെ തഅരീഫിനിക്ക് കൈത് കൊടുക്കപ്പെട്ടിട്ടില്ലെങ്കിലും ബിതവസ്സുത്തിൽ വളഇ എന്നുള്ളതായ വാസിത്ത കൊണ്ട് കൈത് കൊടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, വളഇ എന്നുള്ളതായ വാസിത്ത കൊണ്ട് എന്ത് ചെയ്തില്ല? കൈത് കൊടുത്തില്ല. എന്നാലോ ലംതക്കല, അപ്പൊ ആ പറയപ്പെട്ട ഇൽതിസാമിയായ ദലാലത്ത് പൊളിഞ്ഞു പോകും. ഈ ദലാലത്തിന് മുതാബക്കിയായ ദലാലത്തിന്റെ കാരണമായിട്ട് എന്ത് ചെയ്യും? അത് പൊളിഞ്ഞു പോകും. ഇനി ആ പൊളിഞ്ഞു പോകും എന്നുള്ളതിനുള്ള ന്യായീകരണം പറയാണ്. എന്താ പറഞ്ഞത്? ഫൈനഹു, തീർച്ചയായിട്ടും കാര്യം ഇതാ ഉത്തിനിക ലഫ്ദു ഷംസി, ഷംസി എന്നുള്ള ലഫ്ദിന് എന്ത് ചെയ്ത് പറയപ്പെട്ടു. എന്നിട്ട് വലിയ ബിഹി ലൗഉ, ഈ ഷംസി എന്നുള്ള ലഫ്ദ് കൊണ്ട് ലൗഇനെ ഉദ്ദേശിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ കാനത്ത് ദലാലത്തുഹു അലൈഹി, ഷംസി എന്നുള്ള ലഫ്ദ് ഈ മാനാന്റെ മേൽ അറിയിക്കലാവും, മുതാബക്കിയാവും. അതോടുകൂടി വതദകാരിയ, ഈ ദലാലത്തിന്റെ മേൽ പറയാൻ പറ്റുകയും ചെയ്യും. അന്നഹ, ഈ ദലാലത്ത് ലഫ്ദി, അത് ലഫ്ദ് അറിയിക്കലാണ്. അലാമാ ഖറജനിൽ മാനൽ മൗദൂലു, മൗദൂലായ മാനാന്തത് ഖാരിജിയായ മാനാന്റെ മേല് അറിയിക്കുക എന്ന് പറയാൻ പറ്റും. അപ്പൊ അതടിസ്ഥാനത്തിൽ വെക്കുമ്പോ ഫഹിയ, അബി മുതാബക്കിയായ ദലാലത്ത് ദാഖിലത്തിന് അത് പ്രവേശിച്ചു പോയി. എവിടെ പ്രവേശിച്ച്? ഈ അദ്ദി ദലാലത്തിൽ ഇൽതിസാമിയ ദലാലത്തിന്റെ തഅരീഫിൽ. എപ്പോഴാണ് പ്രശ്നം വരിക? ലൗലം യുഖയ്യിദ് ബിതവസ്സുത്തിൽ വളഇ എന്നുള്ളതായ ആ കൈത്, ആ തവസ്സുത്തിന്റെ കൈത് കൊടുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, നേരെ മറ്റുകൊണ്ട് വളീന്റെ കൈത് കൊടുത്തു കഴിഞ്ഞാലോ അപ്പൊ ഇനി മുതാബക്കിയ ദലാലത്ത് തന്നെ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇൽതിസാമിയ ദലാലത്ത് വരാൻ പറ്റൂല, എങ്കിൽ തളമുനിയ ദലാലത്ത് വരാൻ പറ്റൂല. പിന്നെ അതാ ഇനി പൈത കുയ്യത, പിന്നെ അവിടെ കൈത് കൊടുക്കപ്പെട്ടു. ഏതുകൊണ്ട്? ഈ തവസ്സത്തിൽ അതുകൊണ്ട് കൈത് കൊടുത്തു കഴിഞ്ഞാൽ ഖറജത്ത്, ഈ മുതാബക്കിയ ദലാലത്ത് പുറപ്പെടും. അനുഹു, ഈ പരപ്പെട്ട ഇൽതിസാമിയ ദലാലത്തെ തൊട്ട്. കാരണം എന്നായി ഇൽതിസാമിയ ദലാലത്ത് ലൈസത്ത്, അതല്ല ബിവാസിതത്തി അന്നൽ ലഫ്ദ മൗദൂൻ, മൗദൂആയ മാനയാണ്, ഒരു ലഫ്ദ് പിന്നെ വെക്കപ്പെട്ടതാണ് എന്ന അടിസ്ഥാനത്തിലല്ല. ഏതിനൊക്കെ ലിമാ ഖറജ ദാലിക്കൽ മാന അന്നു,
ആ മാന ഈ മാനയെ തൊട്ട് പുറപ്പെടുക ഖാരിജിയായ മാന. അപ്പൊ ഖാരിജിയായ മാനാക്ക് വേണ്ടി ലഫ്ദ് വച്ചു എന്ന അടിസ്ഥാനത്തിലല്ല. ഉദാഹരണം പറയാം. ഇപ്പൊ ഇൻസാനി എന്നുള്ളത് പിന്നെ ആ സുന്നത്തുൽ കിതാബത്തിന്റെ മേൽ അറിയിക്കും പോലെ ആ സുന്നത്തുൽ കിതാബത്തിന്റെ മേൽ അറിയിക്കുക എന്ന് പറഞ്ഞത് സത്യത്തിൽ എന്തല്ല, അത് വധീന്റെ അടിസ്ഥാനത്തിലല്ല. കാരണം ഇൻസാന്റെ പിന്നെ വധീന്റെ അടിസ്ഥാനത്തിലുള്ള മാന അതല്ലല്ലോ, അത് ഹൈവാനാത്തിക്കല്ലേ. ബസ് കുറച്ചുള്ളൂ. ഇവിടെ ശര അവിടെ കഴിഞ്ഞു. നമുക്ക് എടുക്കാനുള്ള മീറാണ്. അസ്സലാമു അലൈക്കും.